തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ ഛത്തീസ്ഗഡിൽ അനുനയ നീക്കവുമായി ഹൈക്കമാൻഡ് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും KC ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. KC, ഈ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഈ ഭരണം നിലനിർത്തുക എന്നുള്ള വലിയ ഉദ്ദേശം തന്നെ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അനുനയ നീക്കവുമായി ബന്ധപ്പെട്ടിപ്പോൾ അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അജി, തീർച്ചയായും ഈ വർഷം അവസാനം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കമാൻഡ് ഭാഗത്തു നിന്ന് ഒരു നിർണായകമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. TX സിംഗ്ദോയെ അവിടെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ അധ്യക്ഷനായി ചേർന്ന ഒരു യോഗത്തിന് ശേഷമാണ് തീരുമാനം. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ്, ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. TX സിംഗ്ദോയെ ഛത്തീസ്ഗഡിൽ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ നമുക്കറിയാം, കർണാടക പോലെ തന്നെയാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ഭൂപേഷ് ബാഗൽ, അതോടൊപ്പം തന്നെ TX സിംഗ്ദോയും. ഇവർ രണ്ടുപേരും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് സംസ്ഥാനത്ത്. നേരത്തെ ഈ മുഖ്യമന്ത്രി പദം പങ്കുവെക്കുന്നതിലടക്കം ഒരു തർക്കം അവിടെ നിലനിന്നിരുന്നു എന്നാണ് പുറത്തു വന്നിരുന്ന വിവരം. എന്തായാലും ഈ TX സിംഗ്ദോ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക അദ്ദേഹത്തെ സുപ്രധാന പദവിയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു രാഷ്ട്രീയ തർക്കത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് മനസ്സിലാക്കുന്നത്. സിംഗ്ദേവിനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം ഈ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അംഗീകരിച്ചതായി ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒരു പ്രസ്താവനയിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ 2018 മുഖ്യമന്ത്രിയായി ഈ ഭൂപേഷ് ബാഗൽ അധികാരത്തിലേറുമ്പോൾ 2020 ആകുമ്പോൾ തനിക്ക് പദവി കൈമാറണമെന്ന് ഈ സിംഗ്ദേവ് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു തർക്കം ഉണ്ടാവരുത് എന്ന് കണക്കുകൂട്ടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ഹൈക്കമാൻഡ് ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഈ ഭൂപേഷ് ബാഗൽ ഈ മുഖ്യമന്ത്രി പദം പങ്കുവെക്കാനെന്ന് തയ്യാറായിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. 2018 അത്തരത്തിലൊരു ഉടമ്പടി വെച്ചിരുന്നതെന്നാണ് സിംഗ്ദേവ് പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു ഉടമ്പടി ഇല്ലായിരുന്നുവെന്നാണ് ഭൂപേഷ് ബാഗൽ പറഞ്ഞിരുന്നത്. തുടർന്ന് ഇരുവരും തമ്മിലുള്ള ഒരു വിഭാഗീയത അവിടെ രൂപപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതിനുശേഷം വലിയ രീതിയിൽ തന്നെ സംസ്ഥാനത്ത് ഈ കോൺഗ്രസിനുള്ളിൽ ചെറിയൊരു പ്രതിസന്ധി എല്ലാം തന്നെ ഉടലെടുത്തിരുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം, ഒരു വിഭാഗീയ പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ കർണാടകയിലെല്ലാം നമ്മൾ കണ്ടതാണ്. സിദ്ധരാമയ്യ, DK ശിവകുമാർ അടക്കമുള്ള നേതാക്കൾക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എല്ലാം തന്നെ കോൺഗ്രസ് നേരിട്ടതാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാകാം ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഛത്തീസ്ഗഡിൽ ഉണ്ടായത്. എന്തായാലും ഭൂപേഷ് ബാഗലിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവിടെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അജി, ശരി KC.